നവാസിന് മുമ്പ് തന്നെ നിയാസ് പേരടിച്ചു, മൂത്ത ആളുകളാണുള്ളത്. പിന്നെ ആ ഒരു കെയർഫീൽ ഇവർ ചേട്ടൻ അതിനും കൂടി വീടുകളിൽ ഇതൊക്കെ കാണിക്കുമായിരുന്നു. അങ്ങനെ എന്തായാലും ഇവരൊരു ശക്തമായ രണ്ട് നടന്മാരായിട്ട് മലയാള സിനിമാ രംഗത്തും നാടക രംഗത്തൊക്കെ മാറിയിരുന്നു. പക്ഷെ എന്ത് പറയാനാണ്, 51-ാമത്തെ വയസ്സിൽ 52-ാമത്തെ വയസ്സിലാണ് NF വർഗീസ് മരിക്കുന്നത്. NF വർഗീസ് വളരെ ശക്തമായിട്ട് സിനിമാ രംഗത്ത് നിൽക്കുന്ന കത്തി നിൽക്കുന്ന കാലത്താണെന്നാണ് പറയാം ഒരു അറ്റാക്കിൽ മരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സമാനമായ ഒരു മരണമായിരുന്നു നവാസിൻ്റെ. അപ്പം നമ്മളിങ്ങനെ ഓരോ നടന്മാരെ വിലയിരുത്തുമ്പോൾ ചെറുപ്പത്തിൽ ഇവരുടെ പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ രംഗം കൈയടക്കുമല്ലോ. അപ്പോൾ വയലിൻ നന്നായിട്ട് വയലിൻ വായിക്കുന്ന ഒരാൾ ഒരു വയലിനും ആ ബോയും കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം വായിക്കില്ലെന്നുള്ളത്. വായിച്ച് കേൾക്കണ്ട, അല്ലാതെ തന്നെ ഇയാളെ പറ്റി നമുക്ക് പ്രതീക്ഷ വരും. അങ്ങനെ ചില സൂചനകൾ കൊടുത്തുകൊണ്ടാണ് ഒരു ആദ്യകാലത്തെ പെർഫോമൻസ് എല്ലാം ഉണ്ടായിരുന്നു. അതാണ് ഇപ്പം മറിമായത്തിലെ ഏറ്റവും ഹൈലൈറ്റ് ഒരു കഥാപാത്രമാണല്ലോ നിയാസ്.